ഞാൻ ബൽദേവിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷാജഹാൻ പറഞ്ഞ ഈ അവസാനത്തെ ആ ഒരു വാചകം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഭരണപക്ഷത്തെ ഒരു MLA തന്നെ വിളിച്ചു പറഞ്ഞതാണ്. അത് പൊതുസമൂഹം കേട്ടതുമാണ്. ഏറ്റവും ആദ്യം പറഞ്ഞ അദ്ദേഹം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും ഷാജ് കിരണും തമ്മിലുള്ള ആ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, അത് അന്ന് തന്നെ അന്വേഷിച്ച് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയതാണ്. പിന്നീട് 4 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്ത് അതിനേക്കാൾ വലിയൊരു പദവിയിൽ നിയമിക്കുകയും ചെയ്തു. ബൽദേവ് സച്ചിദാനന്ദൻ, ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പല കാര്യങ്ങളും, ഈ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉദാഹരണം ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടുള്ള അജിത് കുമാറിന്റെ ബന്ധം, ഇതൊന്നും പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവല്ല, പ്രതിപക്ഷ നേതൃനിരയിലെ ആരുമല്ല ഇത് പറഞ്ഞത്, മാധ്യമങ്ങളല്ല ഇത് പറഞ്ഞത് ഭരണപക്ഷ MLA ആണ്. അപ്പോഴും എങ്ങനെ MR അജിത് കുമാറിനെ പോലെയുള്ള ഒരാളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയും? ആ ചോദ്യമാണ് ഇന്ന് ഉന്നയിച്ചത് പ്രതിപക്ഷം. അതാണ് പ്രതിപക്ഷം ഏറ്റെടുത്തത്. അപ്പോൾ തലതല്ലി പൊട്ടിക്കുന്ന ചടങ്ങുമായിട്ട് പോലീസ് വന്നെത്തിക്കഴിഞ്ഞു. വളരെ ഗൗരവമായ ഒരു കാര്യമാണ് PV അൻവർ MLA, വിശേഷിച്ച് ഒരു ഭരണപക്ഷ MLA ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചു. അത് ചെറുതായിട്ടൊന്നും കാണുന്നില്ല, അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്. കാര്യം അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് അതിന് ഗൗരവം കൂടും. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അതിനകത്ത് അന്വേഷണം പ്രഖ്യാപിക്കുകയും, പക്ഷെ ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയിട്ടില്ല. നമുക്ക് നിരവധി കേസുകളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. മോൻസ് മാവുങ്കൽ കേസിനകത്ത് അന്ന് IG ലക്ഷ്മണ ആയിരുന്നു പ്രതി, അത് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഈ അൻവർ കേസുകൾ നമ്മൾ കുറെ ദിവസം കൊണ്ട് ചർച്ച ചെയ്യുന്നു. ഇന്ന് രൂക്ഷമായ സംഘടന നടന്നു. മഞ്ചേഷ് എന്തായാലും നിങ്ങളുടെ ചാനലിൽ അത് കംപ്ലീറ്റ്, ഞാൻ ഈ മാറി മാറി ചാനൽ കണ്ടുകൊണ്ടിരുന്നതാണ്. കേരള ചരിത്രത്തിന്റെ ആദ്യമായിട്ട് നടന്നൊരു സംഭവം എന്താ? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലീസ് വളരെ ആത്മസംയമനത്തോടെ നിൽക്കുകയും 7 പ്രാവശ്യം അവർ ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിച്ചാർജ് നടത്തിയില്ല. അവരുടെ കയ്യിൽ നിന്ന് ഷീൽഡ് വലിച്ചു വാങ്ങി താഴെയിട്ട് അടിച്ചു പൊട്ടിച്ചു. വനിതാ പോലീസിന് ഉൾപ്പെടെ കയറി പിടിച്ചു. ഈ സമയത്തൊന്നും അവരൊന്നും ചെയ്തില്ല. ഒടുവിൽ തീരെ യാതൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ അറ്റ കൈക്കാണ് അവർ ലാത്തിച്ചാർജിലേക്ക് പോയത്. അതും 2 മിനിറ്റ് പോലും നീട്ടത്തില്ല. ലാത്തിച്ചാർജ് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഗാന്ധിയൻ സംഹിതയിലോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അക്രമം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഷാഫി ചാലിയും ഷാജഹാനും എല്ലാവരും കണ്ട കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടുത്തെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു വിരോധാഭാസമാണ് ഈ ചാനലുകളിൽ ഓരോരുത്തർ വന്നിരുന്നോണ്ട് പറയുന്നത്. ഈ സ്വർണ്ണം എവിടുന്നാ മഞ്ചേഷ വന്നത്? ദുബൈയിൽ നിന്നോ വിദേശ രാജ്യത്തോ? മഞ്ചേഷ് എന്തായാലും പ്ലെയിനിൽ വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളായിരിക്കുമല്ലോ. എങ്ങനെയാ നമ്മളെ സ്കാൻ ചെയ്യുന്നത്? ഞാൻ നിരവധി 10-20 വിദേശത്തിലാണ് ഞാനും പോയിട്ടുണ്ട്. എവിടെ പ്ലെയിനിൽ നമ്മൾ കയറുന്നത്? വിദേശത്ത് പോകണ്ട, ഡൊമസ്റ്റിക് ആയാലും എന്താ? തിരുവനന്തപുരം നമ്മളൊരു ഫ്ലൈറ്റിൽ കയറിയാൽ തിരുവനന്തപുരത്താണ് നമ്മുടെ ബാഗിന്റെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ദുബൈയിൽ കയറിയാൽ ദുബൈ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ബോഡി സ്കാൻ ചെയ്യും, ബാഗ് സ്കാൻ ചെയ്യും. അതെല്ലാം അതിനുശേഷമാണ്, ആ ക്ലിയറൻസ് കഴിഞ്ഞാണ് നമ്മൾ ബോഡിക്ക് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇതൊക്കെ ചെയ്യുന്നവരെ ഇന്ത്യ ഗവൺമെന്റ്, ഞാൻ BJP കുറ്റം പറയുന്നില്ല, BJP ഗവൺമെന്റ് അല്ല ഇത് ചെയ്യുന്നത്, കേരള ഗവൺമെന്റ് ആണ് ദുബൈയിൽ സ്കാൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ദുബൈയിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നാൽ പിന്നെ എവിടെ ഈ സ്വർണം വരുന്നത്? എയർപോർട്ടിൽ വരുന്നു. എയർപോർട്ട് ആരുടെ കീഴിലാണ് വരുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ. ആ എയർപോർട്ടിൽ വന്ന് തിരുവനന്തപുരത്തോ കരിപ്പൂറോ എവിടെ ഇറങ്ങിക്കോട്ടെ, അവിടെ അങ്ങനെ സ്കാനിങ് ഇല്ല ഷാജഹാൻ. നമ്മൾ പ്ലെയിനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ചാനലുണ്ട്, ഗ്രീൻ ചാനലും റെഡ് ചാനലും ഉണ്ട്. ഡ്യൂട്ടിയബിൾ മാത്രം അങ്ങോട്ട് പോയാൽ മതി. ഞങ്ങളൊക്കെ വന്നെങ്കിൽ ഇറങ്ങി പോരുകയാണ്. സംശയമുള്ളവർ മാത്രമാണ് അവർ സ്കാൻ ചെയ്യാൻ വിളിക്കുന്നത്. വരുന്നവരുടെ ആരുടെയും ബാഗുകൾ. ഇതിപ്പോൾ ഈ ഭരണപക്ഷ MLA ആയ PV അൻവർ സുജിത് ദാസിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചും, അത് കസ്റ്റംസ് അവിടെ നിന്ന് വിട്ടുകളയുന്നു, എയർപോർട്ടിൽ നിന്ന് വിട്ടുകളയുന്നു, അത് പോലീസ് ചേസ് ചെയ്ത് പിടിക്കുന്നു എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ അവിടെയുള്ള ലിങ്കാണ്. സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, പിന്നീടാണ് ഇങ്ങോട്ട് മാറിയതും, മലപ്പുറത്ത് SP ആയിട്ട് വന്നതുമൊക്കെ. ആ സമയത്ത് നടത്തിയ ഇടപാടുകളെ കുറിച്ചാണ് ഒരു ഭരണപക്ഷ MLA പറഞ്ഞത്. അത് മാത്രമല്ല, ഫോൺ കോളിന്റെ ഒരു വശത്ത് ആരാണെന്നാണ് PV അൻവർ പറഞ്ഞത്? MR അജിത് കുമാറിന്റെ ഭാര്യയും സഹോദരനുമാണ്. മറുവശത്ത് ആരാണ്? അതൊരു അധോലോക സംഘത്തിന്റെ ആളായിരുന്നു. അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ കടത്തിനെ കുറിച്ചാണെന്ന് ഉള്ളതാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല. അതിന്റെ മെറിറ്റിലേക്ക് താങ്കളൊന്നും വരുന്നില്ല. അത് PV അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷ MLA ആണ് ഉന്നയിച്ചത്. അപ്പോൾ വസ്തുതകളില്ല എങ്കിൽ അൻവറിനെതിരെ നടപടി വേണം. അതുണ്ടായിട്ടുമില്ലല്ലോ. ആരും അൻവറിനെ തള്ളി പറയുന്നില്ല, അതിന്റെ ഗൗരവത്തെ കുറച്ച് കാണുന്നില്ല. എന്നിട്ടും MR അജിത് കുമാറിനെ സംരക്ഷിക്കുമ്പോൾ ആ അജിത് കുമാറും ശശിയും തമ്മിലുള്ള നെക്സസ്, അതിനുള്ള സ്വാധീനമാണ് അവിടെ പ്രകടമാവുന്നത്. അങ്ങനെ ആരോപണം വരുമ്പോൾ അതിനെ നിഷേധിക്കുവാനും കഴിയില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താ, അങ്ങേയറ്റത്തെ ഗുരുതരമായ ആരോപണമാണ്. അല്ല, താങ്കൾ അതിനെ ഗുരുതരവും ഗൗരവവും ഉള്ളതാണെന്ന് പറയുമ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന രീതിയിലാണ് അങ്ങനെയൊന്നും സ്വർണ്ണക്കടത്ത് നടത്താൻ പറ്റുകയില്ല എന്ന്.
ഞാനൊന്ന് പറഞ്ഞോട്ടോ മഞ്ചേഷേ. അപ്പൊ തിരുവനന്തപുരത്തോ കരിപ്പോട്ടോ എയർപോർട്ടോ ആരാ പരിശോധിക്കുന്ന? കസ്റ്റംസ്. അതാരുടെ കീഴിലാ വരുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, ഷാജഹാനെ ചർച്ചയ്ക്ക് നിങ്ങൾ ഇതുപോലെ പറഞ്ഞാൽ ഷാജഹാനെ അടങ്ങിയിരി മഞ്ചേഷേ. ആ ചർച്ചയ്ക്കകത്ത് ഇടയ്ക്ക് കയറി ഇന്റർവ്യൂ. ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് ഷാജഹാനും ചോദിച്ചത്. കാരണം ഭരണപക്ഷ MLA ക്ക് ഇത്ര ബോധമില്ലാതെയാണോ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്? അപ്പോൾ ഒരു പരാതി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് മടക്കി അയക്കാമല്ലോ MLA. അല്ല മഞ്ചേഷ്, ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ അവസരം, എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരട്ടെ. എന്റെ ഞാനങ്ങനെ സംസാരിക്കുന്നത്. അതായത് അപ്പൊ ഈ സ്വർണം എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത് വരെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് യാതൊരു ഉത്തരവാദിത്തമില്ല. ഈ പുറത്തേക്ക് പോകുമ്പോൾ കസ്റ്റംസിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ആ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിനാണ്. അതൊന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. PV അൻവർ MLA യുടെ വാർത്താ സമ്മേളനം പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പറയില്ല. കാരണം അവിടെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എന്നൊന്നും അല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു SP ആയിരുന്നയാൾ, അദ്ദേഹവും പിന്നെ ADGPയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥകളാണ് MR അജിത് കുമാർ തെളിവ് സഹിതം പറയുന്നത്. അദ്ദേഹത്തിന് കയ്യിൽ ഫോൺ റെക്കോർഡ് വരെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ഫോൺ റെക്കോർഡുകൾ എടുത്ത് വീശുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു കൊലപാതകത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെയും MR അജിത് കുമാറിനെ ബന്ധിപ്പിക്കുകയാണ്. MDMA കടത്തിയയാൾ മരിച്ച കാര്യം പറയുമ്പോഴും അവിടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധിപ്പിക്കുകയാണ്. എടവണ്ണ സംഭവത്തിലും അതേ രീതിയിലുള്ള ബന്ധിപ്പിക്കൽ വരികയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് ചോദ്യം ചോദിക്കാൻ അവകാശമില്ലേ? ശരി മഞ്ചേഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ മഞ്ചേഷ്. എനിക്കൊരു അവസരം, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ മഞ്ചേഷ് വിളിച്ച്. അപ്പൊ ഞാൻ പറയാം, തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങേയറ്റത്തിലുണ്ട്. പക്ഷേ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ശരിയാണ്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് ജയിച്ച ഇടതുപക്ഷ പാർട്ടിയിൽ അംഗമൊന്നുമല്ല, MLA ആണ്, ഞങ്ങളുടെ തന്നെ MLA ആണ്, അതിന് തർക്കമൊന്നുമില്ല. ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വ്യക്തമായത് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ PV അൻവർ എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ പറഞ്ഞിട്ടില്ല. ഒരു തെളിവുകൾ വരെ പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഒന്ന് അതോടെ നിൽക്കട്ടെ. രണ്ട്, ഞങ്ങളുടെ മുന്നണി MLA ആണെങ്കിൽ നിങ്ങൾ എത്രയോ പ്രാവശ്യം ഈ PV അൻവറിനെതിരെ നിങ്ങളുടെ ഈ സിസ്റ്റം പോയിട്ടുള്ള കാര്യം എന്താ? അൻവറിനെതിരെ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളൊന്നുമല്ല. MR അജിത് കുമാറിനെ പോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ MLA ആണെങ്കിൽ പോലും CPM-ൽ നിന്നും CPI-ൽ നിന്നും എല്ലാം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാവത്തുങ്ങൾ കുടിക്കേണ്ട കുടിവെള്ളം മോഷ്ടിക്കുന്നതായിട്ടും 28 ഏക്കറോളം വസ്തു കൈവശം വെക്കുന്നതായിട്ടും അതിനൊന്നും ഗവൺമെന്റ് സംരക്ഷിച്ചില്ല. അതൊക്കെ താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടുകെട്ടിയതാണ്. പെട്ടെന്ന് വെറുക്കപ്പെട്ടവനായി മാറുകയാണ്. പക്ഷേ ഇപ്പോഴും സൈബർ സഖാക്കൾ അൻവറിനെ കൈവിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM തള്ളി പറഞ്ഞിട്ടില്ല അൻവറിനെ. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതല്ല മഞ്ചേഷ്, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒരു അല്ല, അൻവർ ഹീറോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അൻവർ ഒരു ഹീറോയുമല്ല. അൻവറിന്റെ കയ്യിലും കൊള്ളരുതായ്മകളൊക്കെ ഉണ്ട്. അതിന് ഒരു സംശയവുമില്ല. നിയമത്തിന്റെ വഴിയിലൂടെ പോകുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് ഹീറോ ഒന്നുമല്ല അൻവർ. പക്ഷെ അൻവറിൻ ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് അതിനെ തള്ളി പറയുന്നത് ശരിയല്ല. അന്വേഷിക്കുന്നു എന്നും പറയുന്നുണ്ട്. മെറിറ്റിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ പറഞ്ഞു കേട്ടല്ല അടിസ്ഥാനമുണ്ടെന്ന് CPM പറയുന്നു. ബലദേവേ, സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യാൻ പോവാ. സംസ്ഥാന സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യാൻ പോവാ. ഒന്നും സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്ത് വരട്ടെ. ഞങ്ങൾ ആരും ഈ അൻവർ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ അജിത് കുമാർ പറയുന്നതിനകത്ത് രണ്ടു കൂട്ടരും രേഖകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു രേഖയും ഇതുവരെ കൈമാറിയിട്ടില്ല. ആ രേഖ CPM പരിശോധിക്കാൻ പോവാ. ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഷാജഹാനെ ഞാൻ എപ്പോഴും പറഞ്ഞു, ഷാജഹാൻ ഇടയ്ക്ക് ഷാജഹാൻ മാത്രമല്ല, മഞ്ജുഷും ഇടക്ക് കയറുന്നുണ്ട്. അവതാരം സംസാരിക്കാം. നിങ്ങൾ എന്നെ പോലെ ഇരിക്കുന്ന ആളാ, നിങ്ങളുടെ സമയത്ത് സംസാരിച്ചോ. ഇവിടെ വേറെ രണ്ടും ഇരിപ്പുണ്ടല്ലോ, ഷാബി ചാലി, ജോൺ ജോസ് ഇരിപ്പുണ്ടല്ലോ. അവർക്കാർക്കും സോക്കടില്ലല്ലോ. അതുകൊണ്ട് മര്യാദ കാണിക്കും. പിന്നെ അറിയില്ല, നിങ്ങൾ കാണിക്കുന്നത് തന്നെ മര്യാദ സംസാരിക്കൂ. നിങ്ങളോട് പല പ്രാവശ്യം പറയാതെ പിന്നെ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളിൽ ആരോപിക്കുന്നില്ല. വിവരക്കേടാ. മഞ്ചേഷ് ചോദിച്ചോട്ടെ. നല്ല ഷാജഹാൻ സംസാരിക്കുന്നതിന് മറുപടി വരല്ലേ ഞാൻ ഇരിക്കുന്നത്. ഞാൻ മഞ്ചേഷ് ചോദിച്ചാൽ മറുപടി പറയാം. അവസാനിപ്പിച്ചോളൂ, എനിക്ക് ഷോണിലേക്ക് കൂടെ പോകാനുണ്ട്. പോയിക്കോട്ടെ. മഞ്ചേഷ് ഇത് നിയന്ത്രിക്കണം. ചർച്ചയ്ക്ക് ഇരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഇവര് വ്യക്തമായ രേഖകൾ കൊണ്ടുവരണം. ഒന്നുകിൽ അൻവർ രേഖകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ MR അജിത് കുമാർ രേഖകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ സുജിത് ദാസ് രേഖകൾ കൊണ്ടുവരണം. ഇത് പരസ്പര ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അല്ല, MR അജിത് കുമാറിന്റെ അകത്തും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് രഹസ്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഇവിടെ പല ചാനലുകൾ ചർച്ച ചെയ്യുന്നു, പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഒന്നും രേഖകൾ ചില യുഗോപകങ്ങൾ
MR അജിത്കുമാർ നേരിട്ട് ചെന്ന് എന്റെ കയ്യിൽ എന്തൊക്കെയോ രഹസ്യരേഖകളുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, മഞ്ചേഷ് വായിച്ചു കാണും, ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തല്ലോ. MR അജിത്കുമാറിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെയോ രഹസ്യരേഖകളുണ്ട്. ഇപ്പൊ ഷാജഹാനും പറഞ്ഞല്ലോ, ഷാജഹാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകളുടെ എന്തൊക്കെ രേഖകളുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് കിട്ടിയ രഹസ്യരേഖകൾ അങ്ങനെയാണെന്ന് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞല്ലോ. മഞ്ചേഷ് എന്ത് ചുറ്റിയത്? അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ പറച്ചിലല്ലാതെ തെളിവുകൾ വരട്ടെ. ഏതെങ്കിലും ഒരു തെളിവ്, വ്യക്തമായ ഒരു തെളിവ്, ഇപ്പൊ കൊലപാതക ശരി അന്വേഷിക്കേണ്ടതാണ്. ശരി ബൽദേവ്, പക്ഷേ ആ അന്വേഷണം നടത്തുന്നത് കീഴുദ്യോഗസ്ഥരാണ് എന്ന് മാത്രം. ശരി, പറയുന്നുണ്ടല്ലോ മോൻസ് മാവുങ്കന്റെ കേസ് അന്വേഷിച്ച ലക്ഷ്മണക്കെതിരെ അന്വേഷിച്ചത് SP ആണ് അന്വേഷിച്ചത്, ക്രൈംബ്രാഞ്ച്. അത് ശരിയാണ്, പക്ഷെ അങ്ങനെ അന്വേഷിക്കാൻ പാടില്ലല്ലോ. ലക്ഷ്മണ പ്രതിയായിരുന്നു. എന്റെ ചോദ്യം ഈ രേഖയെ കുറിച്ചിട്ടാണല്ലോ ബലദേവ് സച്ചിദാനന്ദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രേഖ ഉണ്ടായി ലാൻഡ് ഓർഡർ ഇരുന്ന ആളാണ് MR അജിത്കുമാർ. UDF ഗവൺമെന്റ് സമയത്ത് അദ്ദേഹം ലാൻഡ് ഓർഡർ ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ടല്ലോ. ഹൈറ്റ് റാങ്കിൽ ഇരുന്ന IPS ഓഫീസറാണ്. ആ ട്രാക്ക് റെക്കോർഡ് കാണത്തില്ല. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ്, ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. അപ്പൊ അത് നേരത്തെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ മാത്രമല്ല, അതും ഇദ്ദേഹത്തിന്റെ പേരിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇരിക്കുമ്പോഴും. ശരി, അപ്പോൾ അന്നത്തെ പ്രതിപക്ഷത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് വരുമ്പോഴാണ് അതിന്റെ മെറിറ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബൽദേവ് ബോധ്യമാണ്. ശരി, ഒരു മിനിറ്റ്. ഈ രേഖയെ കുറിച്ചിട്ടാണല്ലോ ബലദേവ് സച്ചിദാനന്ദൻ ഇവിടെ ആവേശം കൊള്ളുന്നത്. KM മാണി രാജിവെച്ചപ്പോ എന്ത് രേഖ ഉണ്ടായിരുന്നു ബലദേവ് സച്ചിദാനന്ദ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇറക്കി വിട്ടത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാ? എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി ഇറക്കി വിട്ടത്? KM മാണി ഇറക്കി വിട്ടത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാ? അപ്പൊ നിങ്ങൾ ഒരു രേഖയും ഇല്ലാതെ ആളുകളെ എല്ലാം ചവിട്ടി പുറത്താക്കും. നിങ്ങൾക്കെതിരെ അല്ല, നിങ്ങൾക്ക് സോക്കേടാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് സോക്കേടാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് എന്റെ സംസ്കാരം. പക്ഷേ നിങ്ങൾക്ക് ആളുകളെ ഇറക്കി വിടേണ്ട സമയം, നിങ്ങൾക്ക് ആളുകളെ അല്ല, നിങ്ങൾക്ക് സോക്കേടല്ലെങ്കിൽ നിങ്ങൾ മിണ്ടായിരിക്കേ. എന്താ പിന്നെ എന്റെ പേര് പറഞ്ഞു പറയണം, തനിക്ക് പറയാനുള്ള സാധനം പറഞ്ഞു. അല്ല, തനിക്കെന്നുള്ളതും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ രേഖ പറയും. നിങ്ങൾ ആളുകളെ ചവിട്ടി പുറത്താക്കുമ്പോൾ നിങ്ങൾക്ക് രേഖ വേണ്ട. നിങ്ങൾക്ക് ഇപ്പോഴാണ് രേഖയെ കുറിച്ചിട്ട്. KM മാണി എങ്ങനെയാ രാജിവെച്ച് പോയത്? KM മാണി ഒരു ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് പോയത്. അപ്പൊ നിങ്ങൾ ഉമ്മൻചാണ്ടി ഇറക്കി വിട്ടത് രേഖ ഉണ്ടായിട്ടാണോ സുഹൃത്തുക്കളെ? രേഖ അന്വേഷിക്കുന്നത് അന്വേഷണത്തിൽ വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിവിടെ വന്ന് പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് വാചാലമാകുന്നു. നിങ്ങൾ വാചാലമാകേണ്ടത് PV അൻവറിനെതിരായിട്ടാണ്. PV അൻവറോടാണ് നിങ്ങൾ ഈ മറുപടി പറയേണ്ടത്. MR അജിത്കുമാർ മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് പോയി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആളുകൾ, ഞാനും നിങ്ങളും ഒക്കെ പറയുന്നതും എല്ലാം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ തീരുമാനത്തിലെത്താനുള്ള കഴിവുണ്ട്. അവരെത്തിക്കോട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഈ ജോർജ് സംസാരിച്ചോട്ടെ. ശരി, ഷോൺ